കൊല്ലം തിരുമുല്ലാവാരം മനയിൽക്കുളങ്ങരയിൽ ആൾതാമസമില്ലാത്ത വീടിന് പുറകിലായി മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി. സോളാർ കേസ് പ്രതി ബിജു രാധാകൃഷ്ണന്റെ ഭാര്യാപിതാവിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തേങ്ങയിടാൻ എത്തിയവരാണ് വീടിന് പുറകിലായി അസ്ഥികൂടം കണ്ടത്. പാന്റും നീല ഷർട്ടും ധരിച്ച നിലയിലായിരുന്നു ശരീര അവശിഷ്ടങ്ങൾ കിടന്നിരുന്നത്. വിവരം അറിഞ്ഞ കൊല്ലം വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി. ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. ശരീരം പൂർണ്ണമായും ജീർണിച്ച് അസ്ഥികൂടം മാത്രമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. മധ്യവയസ്കനായ പുരുഷന്റെ മാസങ്ങൾ പഴക്കമുള്ള ശരീര അവശിഷ്ടങ്ങളാണെന്ന് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വീട് അടഞ്ഞു കിടക്കുമായിരുന്നു. ഇന്ന് രാവിലെ ഇവിടെ തേങ്ങ അടക്കാനായിട്ട് ചവറയുന്ന ഒരു സ്ത്രീയും ഈ തേങ്ങ അടക്കാനായിട്ട് ഒരാളും കൂടി ഇവിടെ വന്നിരുന്നു. അപ്പൊ അവര് വന്നപ്പോഴ് ഇതിന്റെ ബാക്ക് സൈഡിൽ ഇവര് തേങ്ങ അടക്കാനായിട്ട് ഇതിന്റെ ബാക്കിലോട്ട് പോകുമ്പോൾ ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു മെത്ത ഇരിപ്പുണ്ടായിരുന്നു. ആ മെത്ത എടുത്ത് ഇവര് കളയാൻ നോക്കിയപ്പോഴ് ഇങ്ങനെ ഒരു സ്കെൽറ്റൻ കിടക്കുന്നതായിട്ടുണ്ട്. അപ്പൊ ഇവർ ആദ്യം വിചാരിച്ചത് പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിച്ചു. കാര്യം ഇവിടെ ബാങ്കിന് ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. മീൻസ് ഈ അവരുടെ എന്തോ ഡ്രാമയുടെ റിഹേഴ്സലിനായിട്ട് ഇത് വാടകയ്ക്ക് ഒരു ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ വല്ലതും ഇത് പ്ലാസ്റ്റിക് ആയിട്ടാണെന്ന് പറഞ്ഞ് അത് ശ്രദ്ധിച്ചില്ല. രണ്ടുമൂന്ന് തെങ്ങിൽ കയറി ഒരു തേങ്ങയൊക്കെ അടത്തതിന് ശേഷം ഈ ഹൗസ് ഓണറുടെ റിലേറ്റീവ് പയ്യൻ ഇവിടെ വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സ്കെൽറ്റൻ കിടക്കുന്നത് എടുത്ത് കളയട്ടോ എന്ന് അവര് പുള്ളിക്കാരൻ ചോദിച്ചു. അയാളെ ചെന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് മനുഷ്യ ശരീരമാണ് എന്ന് പുള്ളിക്ക് മനസ്സിലായി. ചെറിയ സ്മെല്ലും ഉണ്ടായിരുന്നു. അപ്പം പോലീസിന്റെ ഏകദേശം നിഗമനം അനുസരിച്ച് ഒരു 3 മാസത്തോളം പഴക്കം അതിന് മേളിൽ കാണാൻ ചാൻസ് ഉള്ളതാണെന്ന് അറിഞ്ഞത്. കാര്യം ബോഡി മാംസമൊന്നുമില്ല, അസ്ഥി മാത്രമേ ഉള്ളൂ. അപ്പം അതനുസരിച്ച് ഇപ്പൊ അടുത്ത വീട്ടിൽ തൊട്ടടുത്ത് താമസിക്കുന്ന വൈദ്യയുടെ ഒരു ഫ്ലാറ്റാണ്. അവിടുത്തെ അവരടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാല് ഇത് ഈ കോമ്പൗണ്ട് നിറച്ച് ഇങ്ങനെ പോച്ച കയറി കിടക്കുന്ന ഇഴജന്തുക്കളുടെ ശല്യമുണ്ട്. ആരും ഇങ്ങോട്ട് ഇറങ്ങത്തൊന്നുമില്ല. ഇടയ്ക്ക് കുറച്ചാളിന് മുമ്പ് നല്ല സ്മെല്ലുണ്ടായിരുന്നു. ഈ സ്മെല്ല് പട്ടിയോ പൂച്ചയോ എല്ലാം ചത്തു കിടന്നതിന്റെ ആയിരിക്കും ഇവര് വിചാരിച്ച് ഇവരാരും ശ്രദ്ധിച്ചതേയില്ല. ഇപ്പം ഇങ്ങനെ വന്നപ്പോഴാണ് അവരും വന്ന് നോക്കുന്നത്. വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ 4 മാസം മുൻപാണ് ബന്ധുക്കൾ എത്തി മടങ്ങിയത്. വീട് ഒരു നാടക ഗ്രൂപ്പിന് വാടകയ്ക്ക് കൊടുത്തിരുന്നതായും വിവരമുണ്ട്. അസ്ഥികൂടം ആദ്യം കണ്ടവർ ആർട്ടിഫിഷ്യൽ ആണെന്ന് തെറ്റിദ്ധരിച്ചെങ്കിലും ദുർഗന്ധം വമിച്ചത് കാരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ശരീരാവശിഷ്ടങ്ങൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ വെസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.